രാഷ്ട്രീയ ചിത്രം തെളിയുകയാണ്. കേരളത്തിൽ ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിച്ചിരിക്കുന്നു. വിനീഷിലേക്ക് പോകുന്നു. വിനീഷ്, യുവാക്കൾക്ക്, സ്ത്രീകൾക്ക്, പ്രമുഖ നേതാക്കൾക്ക് എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക, രണ്ടാം ഘട്ട ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ നമുക്കറിയാം കൃത്യമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതുമാത്രമല്ല, UDF-ലും LDF-ലും ഭിന്ന അഭിപ്രായങ്ങൾ ഉയരുകയും കുതികാൽ വെട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഏറ്റവും അച്ചടക്കത്തോടുകൂടി കൃത്യമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലുള്ള NDAയുടെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു മത്സരം തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വികസനത്തിലേക്കുള്ള കുതിപ്പിനായി ജനങ്ങൾ ഒരു വോട്ട് എന്നുള്ളത് ബി.ജെ.പിക്ക് അനുകൂലമാകുന്ന സാഹചര്യവും ഘടകങ്ങളും തന്നെയല്ലേ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ഒന്നാം ഘട്ടവും ആദ്യഘട്ടവും സ്ഥാനാർത്ഥി പട്ടിക BJP പൂർത്തിയാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം 86 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക BJP ഇപ്പോൾ 86 നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് രണ്ട് ഘട്ടമായി BJP പൂർത്തീകരിച്ചിരിക്കുന്നത്. അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവിധ പ്രമുഖ നേതാക്കൾ, ഒപ്പം തന്നെ യുവജന നേതാക്കൾ, ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ, പ്രത്യേകിച്ച് ഒരുപക്ഷെ CPM-നെ ഒരു കാലത്ത് വലിയ തോതിൽ വളർത്തിക്കൊണ്ട് വന്ന CPM-ൻ്റെയും CPI-യുടെയും പ്രമുഖ നേതാക്കളും BJP-യുടെ ഈ ഒരു 86 അംഗ സ്ഥാനാർത്ഥി പട്ടിക, 86 നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ഇവരൊക്കെ ഭാഗമാകുന്നു. അങ്ങനെ ദേശീയധാരയിലേക്ക് നിരവധി പേർ ഒഴുകിയെത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ സാമൂഹികമായ പ്രവർത്തനങ്ങൾ നടത്തി സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സജീവമായി നിൽക്കുന്ന എല്ലാവരും തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഇലക്ഷൻ്റെ ഒരു പൾസിലേക്കൊക്കെ പൂർണ്ണമായും തന്നെ കേരളം കടന്നിരിക്കുന്നു എന്നതാണ് ഈ സ്ഥാനാർത്ഥി പട്ടികകൾ പൂർണ്ണമായും തന്നെ പുറത്തു വരുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു പടി മുന്നേ BJP പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ വെച്ച് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ സജീവമാക്കിക്കൊണ്ട് BJP മുന്നേറുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായിരുന്നാലും നിലവിൽ കോൺഗ്രസിനുള്ളിലെ അടികൾ ഇപ്പോഴും തീരുന്നില്ല. ഗ്രൂപ്പ് പോരും, ഒപ്പം തന്നെ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയൊക്കെ തീരാതെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം സജീവമായി തന്നെ ഇപ്പോഴും തുടരുന്നു. സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് CPM നേതാക്കളും മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം 3 തവണ അല്ലെങ്കിൽ 2 തവണ കൂടുതൽ മത്സരിച്ച MLA-മാരെ തുടർ മത്സരത്തിലേക്ക് എത്തിക്കേണ്ടതില്ല എന്നത് CPM-ൻ്റെ ഒരു പഴയ തീരുമാനമാണ്. CPM-ൻ്റെ സംഘടനാ സംവിധാനം വളരെ സജീവമായ കാലഘട്ടത്തിൽ CPM എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ നിന്നൊക്കെ CPM-ന് ഇപ്പോൾ പിന്നോക്കം പോകേണ്ടി വന്നിരിക്കുന്നു. കാരണം തുടർച്ചയായി മത്സരിക്കാൻ നേരത്തെ MLA ആയ എല്ലാവർക്കും അവസരം നൽകുന്ന, 1-2 പേരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് മറ്റെല്ലാവർക്കും അവസരം നൽകുന്ന തരത്തിലേക്ക് തൽക്കാലത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തവണ ഭരണം നിലനിർത്താനുള്ള ഒരു ശ്രമം CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായും തന്നെ CPM-നെ വേട്ടയാടുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരത്തിലുപരി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടത്തിയ അഴിമതികൾ, ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ സജീവമായ ചർച്ചയാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ വിധിയെഴുത്തായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും പല സർവേകളിലും മുൻകാലങ്ങളിലൊക്കെ BJP-ക്ക് നൽകിയിരുന്നത് 1 സീറ്റ് എന്ന തരത്തിലുള്ള ഒരു സർവേകളായിരുന്നു മുൻകാലങ്ങളിൽ കേരളത്തിൽ BJP-യുടെ ഭാഗത്ത് നിന്നുള്ള അല്ലെങ്കിൽ BJP MLA എന്ന രീതിയിൽ ഉയർന്നു വരുന്നത് എന്ന സർവേകൾ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുമ്പോൾ ഇത്തവണ ആ വിധിയെഴുത്ത് മാറുന്നു. 20 മുതൽ 35 സീറ്റിലേക്ക് BJP കേരളത്തിൽ നിയമസഭാ സാമാജികരെ ഉണ്ടാക്കുമെന്ന സർവേകൾ പുറത്തു വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, പ്രത്യേകിച്ച് CPM-നെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം വലിയ അങ്കലാപ്പിലാക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഗൗതം സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യമുണ്ട്. ഈ മഞ്ചേശ്വരം, ഒപ്പം തന്നെ നേമം ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ, നിയോജക മണ്ഡലങ്ങളിലെല്ലാം തന്നെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസും CPM-ഉം ആയിട്ടുള്ള വോട്ട് കച്ചവടമാണ്. പ്രത്യേകിച്ച്
കോൺഗ്രസിൻ്റെ വോട്ട് CPM-ലേക്ക് മറിച്ച് നൽകുന്നു, CPM-ലെ വോട്ട് കോൺഗ്രസിലേക്ക് മറിച്ച് നൽകുന്നു. അങ്ങനെ ഏത് വിധേനയും BJP പരാജയപ്പെടുത്താനുള്ള ഒരു ക്രോസ് വോട്ടിംഗ് തീരുമാനം പല ഘട്ടങ്ങളിലായി BJP വിജയിക്കാൻ സാധ്യതയുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസും CPM-ഉം ചേർന്ന് സ്വീകരിക്കാറുണ്ട്. അത്തരം തീരുമാനങ്ങളിലേക്ക് ഇപ്പോഴും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. കാരണം നിയമത്തെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ ഏറ്റവും ശക്തനായ നേതാവ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ കളത്തിറങ്ങി നിയമം തിരിച്ചു പിടിക്കാൻ ശ്രമം നടത്തുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രലിനെ സംബന്ധിച്ചിടത്തോളം ആ നിയോജക മണ്ഡലവും BJP-യെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ്. സമാനമായ സാഹചര്യത്തിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം നമ്മൾ തിരുവനന്തപുരം പരിശോധിക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം പരിശോധിക്കുമ്പോൾ ഏറ്റവും ശക്തയായ വനിതാ നേതാവിനെ കളത്തിലിറക്കിക്കൊണ്ട് ആ നിയോജക മണ്ഡലം BJP കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു. കഴക്കൂട്ടത്തെ മുൻ കേന്ദ്ര സഹമന്ത്രിയും BJP-യുടെ ഏറ്റവും മുതിർന്ന നേതാവുമായ V മുരളീധരനെ കളത്തിലിറക്കിക്കൊണ്ട് കളം പിടിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ ആ ഒരു സീറ്റ് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. V മുരളീധരനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് ചുരുങ്ങിയ വോട്ടുകൾക്ക് ഏകദേശം 16,000-ലധികം വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട V മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കഴക്കൂട്ടം ഏറ്റവും നിർണായകമാണ്. കഴക്കൂട്ടം BJP-ക്കൊപ്പം എന്ന നിലപാട് അവിടെയുള്ള ജനങ്ങൾ പരസ്യമായി തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും സജീവമായ ബൂത്ത് തല പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും സജീവമാക്കിക്കൊണ്ട് BJP മുന്നേറുമ്പോഴാണ് ഇനി 20-19 ദിവസം ബാക്കി നിൽക്കെ ഈ കോൺഗ്രസിനുള്ളിലെ കടിയും ഒപ്പം തന്നെ കോൺഗ്രസിലെ നേതാക്കൾ തമ്മിലുള്ള പരസ്പര പോരും സജീവമായി നിലനിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമാനമായ സാഹചര്യത്തിൽ പഴയ നേതാക്കളെ വീണ്ടും മത്സരിപ്പിക്കുന്നതിലുള്ള അമർഷം അണികൾക്കിടയിൽ CPM-നുള്ളിലും സജീവമായി തന്നെ നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ ഇത് ഗുണം ചെയ്യാൻ പോകുന്നത് BJP-ക്ക് തന്നെയാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം 86 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിക്കൊണ്ട് സജീവമായി തന്നെ പ്രവർത്തന രംഗത്ത് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. NDA സംബന്ധിച്ചിടത്തോളം T20, BDJs അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി പ്രഖ്യാപനം നടത്താനുള്ളത് പ്രമുഖ കക്ഷിയായി കാമരാജ് കോൺഗ്രസിൻ്റെയാണ്. അതും ഉടനെ തന്നെ ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിർണായകമായ നീക്കവുമായി NDA കേരളത്തിൽ ചുവടുവയ്ക്കും എന്നതാണ് ഈ ഒരു രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം, കേരളം വിധി എഴുതാൻ പോകുന്നത് ആർക്ക് എന്നത് കാത്തിരുന്നു കാണേണ്ട ഒരു സമയത്തിലേക്ക് തന്നെയാണ് എത്തി നിൽക്കുന്നത്. നാളെ തന്നെയായിരിക്കും BJP-യുടെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറങ്ങുക എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.